പോപ്പുലർ ഫ്രണ്ടിന് സമാന്തര സംവിധാനം രൂപപ്പെട്ടു ഭരണ സംവിധാനങ്ങളുടെ ഒത്താശയോടെ. ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കടുത്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കളമൊരുക്കിയ പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത തീവ്രവാദ സംഘടനയുടെ ശേഷിക്കുന്ന തായ്വേരുകൾ കൂടി അറുത്തുമാറ്റിക്കൊണ്ട് NIA-യുടെ രണ്ടാം ഘട്ട റെയ്ഡ് കേരളത്തിൽ ശക്തമായി നടന്നു വരികയാണ്. നിരോധനത്തിന് ശേഷവും കേരള സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേരുകൾ സജീവമാണെന്ന തെളിവുകൾ കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രിയെ വധിക്കാനും ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി ഇതര മത നേതാക്കളെ കൊന്നുകളയുവാനും സംസ്ഥാനത്താകമാനം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുവാനുമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ നടത്തിയ രഹസ്യ നീക്കങ്ങളെക്കുറിച്ചും സംഘടനയെ നിരോധിച്ച കേന്ദ്ര നീക്കത്തിന് പകരം വീട്ടാൻ ഇവർ IS, അൽ-ഖ്വയ്ദ അടക്കമുള്ള അന്തർദേശീയ ഭീകര സംഘടനകളുടെ സഹായം തേടിയതിനെക്കുറിച്ചും NIA കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അനന്തര നടപടികൾ കൂടിയായിരുന്നു ഈ റെയ്ഡ്. കാലങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് NIA കേരളത്തിലെ സുപ്രധാന പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി മുൻനിര നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും തൊട്ടുപുറകെ സംഘടനയെ നിരോധിക്കുകയും ചെയ്തപ്പോൾ നിരോധനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരിൽ കേരളത്തിലെ ഭരണപക്ഷ നേതാക്കൾ വരെ ഉണ്ടായിരുന്നു. അന്ന് പിടികൊടുക്കാതെ ഒളിവിലിരുന്നു കൊണ്ട് കരുക്കൾ നീക്കിയ റൌഫും ഉസ്മാനും അടക്കമുള്ള നേതാക്കളെ കുറച്ച് ദിവസത്തിനുള്ളിൽ വീട്ടിൽ കയറി NIA തൂക്കിയെടുത്തു. ഇവരുടെ രാഷ്ട്രീയ മുഖമായ SDPI കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം ഇവർ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും സൂചനകളുണ്ടായിരുന്നു. എന്നാൽ അറസ്റ്റിലായവരുടെ അനന്ത വിവരങ്ങളോ ജാമ്യ നടപടികൾ പോലും പുറത്തറിയാതെ ശക്തമായ കരുനീക്കങ്ങളായിരുന്നു NIA നടത്തി വന്നത്. തുടർ നിരീക്ഷണങ്ങളിൽ ഇപ്പോഴും അവർക്ക് ഫണ്ട് വരുന്നതായി NIA-ക്ക് ബോധ്യപ്പെട്ടിരുന്നു. അത്തരക്കാരുടെ വീടുകളും സ്ഥാപനങ്ങളും കൂടെ ലക്ഷ്യം വെച്ച റെയ്ഡ് കൂടിയായിരുന്നു ഇന്ന് നടന്നത്. ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ക്രൈസ്തവ ഹൈന്ദവ മത നേതാക്കളെയും പോപ്പുലർ ഫ്രണ്ടിനെ ശക്തമായി എതിർക്കുന്ന മാധ്യമ പ്രവർത്തകരെയും BJP-യിലെ ചില നേതാക്കളെയും ആസൂത്രിത അപകടങ്ങളിലൂടെ കൊന്നുകളയുവാനുള്ള ഗൂഢാലോചനയാണ് ഇവരുടെ രണ്ടാം നിര നേതാക്കന്മാരടങ്ങിയ സ്ലീപ്പർ സെല്ലുകളിൽ നടന്നതെന്ന് NIA-ക്ക് ബോധ്യപ്പെട്ടിരുന്നു. മുൻ റെയ്ഡിലെ വിവരങ്ങൾ കേരള പോലീസിന് അജ്ഞാതമായിരുന്നെങ്കിലും ഈ റെയ്ഡ് വിവരം കേരള പോലീസിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റെയ്ഡ് വിവരങ്ങൾ ചോരുകയും NIA ഉന്നം വെച്ച പല നേതാക്കന്മാരും മുങ്ങുകയും ചെയ്തു. കേരള പോലീസിലെ പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന NIA മുന്നറിയിപ്പ് ഇപ്പോൾ കൂടുതൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള വിധത്തിൽ കേരള പോലീസിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം വിവരം ചോരുന്നതിനെതിരെയും NIA അന്വേഷണം നടത്തുമെന്നാണ് വിവരം. അങ്ങനെ വന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുകയും സേനയിലെ 1000-നടുത്ത് പോന്ന പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യം കട്ടപ്പുക ആകുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്.